കാണാത്ത ഒരു കളിയാണ് കാണാൻ പോകുന്നത്. ജീവിതത്തിൽ കാണാത്ത കളി എന്ന് പറഞ്ഞാൽ അംഗീകാരം കിട്ടിപ്പോയി. കാരണം ലോകത്ത് ഒരാളെ ഉള്ളൂ, അത് ചെർപ്പളശ്ശേരി സംസു എന്നാണ് പറച്ചില്. അത് എന്തോ ആയിക്കോട്ടെ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു പൂച്ചട്ടി. ഇതാ ചെറിയ ഒരു മാങ്ങാണ്ടിൻ്റെ, ഒരു മാങ്ങണ്ടി. ഇവിടെ ബെഡ്ഷീറ്റോ പുതപ്പോ ഒന്നുമില്ല. ഒരു പൂച്ചട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ മാങ്ങാണ്ടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ശകലം വെള്ളം ഞാൻ തെളിച്ചു കൊടുക്കും. തെളിച്ചു കൊടുത്താൽ ഇത് എന്താ സംഭവിക്കണമെന്ന് ഇത് അവിടെ വെക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു മാങ്ങടണ്ടി സംശയമുണ്ടെങ്കിൽ നമ്മൾ കളക്ഷിട്ടാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് തരൂ. ഒറിജിനൽ മാങ്ങണ്ടിയാ, ശരിക്കുള്ളതാണ്. നമുക്ക് സംശയം. അമ്മച്ചി നോക്കൂ, മാങ്ങാണ്ടിയാണ് മോളെ. നോക്കൂ, അതെ, റിയൽ ആയിട്ടുള്ള മാങ്ങാണ്ടിയാണ്. മോളെ എത്ര അഭിപ്രായം ചോദിക്കാം. ഈ സാധനം നമ്മളിപ്പോ കൊണ്ടുപോയിട്ട് നമ്മളെ സ്ഥലത്തില്ലേ, നമ്മളെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ ഇത് മുളച്ച് മാങ്ങ ഉണ്ടായിട്ട് ചിലപ്പോ ഞാനും നീയൊക്കെ ജീവിച്ചെന്ന് വരും. അമ്മയോട് ചോദിക്കട്ടെ, വയസ്സുകാലമാണ്. ഇത് വലുതായിട്ട് മാങ്ങ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ജീവിച്ചെടുക്കാം. അമ്മ പറയാൻ പറ്റില്ല, കുറുക്കിന്റെ ഉറപ്പാണ്. അപ്പൊ ഇത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ മുളപ്പിച്ച് മാങ്ങ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്കൊക്കെ തരാൻ പോവുകയാണ്. ഇതാ ലേശം വെള്ളം തെളിച്ചിട്ടുണ്ട്. വെള്ളം തെളിച്ചത് ആപത്താണെന്നാ തോന്നുന്നത്, കാരണം ഞാൻ തന്നെ വഴിക്ക് വിടുന്നു. ഇതാ ഈ കുട്ട എടുത്തിട്ട് ഇങ്ങനെ ഞാൻ മൂടാൻ പോവാൻ. ഇവിടെ ഇതിന്റെ അപ്പുറത്ത് ഒരു സാധനം ഒന്നുമില്ല. ഇതാ ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഭവങ്ങളും ഇല്ല. ഇതിന്റെ ഈ ഭാഗത്തും ഇല്ല. മാങ്ങന്റെ മാവായി പോയി. കണ്ടോ നിങ്ങള്? സത്യമായിട്ടോ? ആയിട്ടില്ല. മാങ്ങയുടെ അണ്ടിയൊക്കെ മാവാക്കണ പരിപാടി മന്ത്രം പഠിച്ചാൽ ഞാൻ അവിടുന്ന് ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ 10 മാങ്ങ തയ്യൊക്കെ ഉണ്ടാക്കി വിൽക്കാം കാശുകാരന്. എന്നാലും ശരി, പറഞ്ഞ വാക്കിന് വില വേണമെന്നാ പറയാം, ബഹുമാനം. ഇതാന്നു. ഇതാ ഇതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഞാൻ ഇതിന്റെ മുകളിൽ വെറുതെ ഒരു മറവ് മാത്രം, കാരണം മാജിക്കിന് മറവ് വേണ്ടതാണ്. ഇവിടെ ഒന്നുമില്ല, വെറുതെ ഒരു തുണി, ഒരു കൊട്ട, ഒരു പൂച്ചട്ടി, വേറെ ഒന്നും ഇവിടെ ഇല്ല. നമുക്കെല്ലാം ലൈവായിട്ട് കാണുന്നുണ്ട്. ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ മാങ്ങാണ്ടി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവാണ്. ഇതാ കണ്ടോളി. ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കാൻ പോവാണ്. ഇത് എങ്ങനെ മരമാകണത് ഒന്ന് കാണണം. എല്ലാവരും ഒരു പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഒന്ന് കൈയടിക്കണം. കൈ അടിക്കുമ്പോഴാണ് ഇത് എന്തെങ്കിലും ഒന്നായി മാറും. മോനെ മണ്ണ് തരൂ. എന്നുള്ളത് ഉറപ്പാണോ എന്താണെന്നറിയില്ല. മാങ്ങണ്ടിൻ്റെ അകത്ത് വെച്ചിട്ട് അധികം സമയമായിട്ടില്ല. ആജാവ്, മനുഷ്യൻ്റെ തലയോട് ഇവിടെ ഉള്ളവരുടെ കണ്ണ് കെട്ടിക്കോ. നിന്റെ ഇന്ദ്രജാലം കാണിക്കും. മാജിക്ക് പാടില്ല, മന്ത്രമായിട്ട് വരട്ടെ. ഒരു മാവിൻ്റെ ചെടി
എന്റെ ഭാരതം തെരുവിൽ നടക്കുന്ന ഓരോ തെരുവുജാല വിദ്യക്കാർക്കും, തെരുവിൽ ഇങ്ങനെ ജീവിക്കുന്ന ഓരോ സർക്കസുകാർക്കും ജീവിതത്തിന്റെ കല ഒരു കാലത്തും വിദേശ നാട്ടിലേക്ക് കൊടുത്താൽ നമ്മളെ ഇന്ത്യയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോകും. മാങ്ങപ്പൊട്ടിക്ക് ചുണ വരുന്നുണ്ടോ നോക്കട്ടെ. അതെ വരൂ വരൂ ഇങ്ങോട്ടേക്ക് വരൂ. മീനാക്ഷി കുട്ടി വരൂ മോനെ, വാ മോൻ നമുക്ക് പൊട്ടിക്ക്. പൊട്ടിക്ക് ഒരെണ്ണം പൊട്ടിക്ക്. പിടിച്ചോ. സത്യം. ഒരു വലിയ ക്ലാപ്പ്, ഒരു വലിയ ക്ലാപ്പ്. അത് മുറിച്ചിട്ട് മാജിക് ധാരാളം ഇന്ത്യ രാജ്യത്തുണ്ട്, അതെ, ലോകം മുഴുവതുണ്ട്. ഈ മാജിക്കുകൾ മുഴുവതും നമ്മളിങ്ങനെ കണ്ടു, സിനിമ കണ്ട പോലെ ഇറങ്ങി വന്നു, അല്ലാതെ ഇതിലൊരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതൊന്ന് മുറിച്ചു കൊടുക്കും. ഷംസുക്ക, നിങ്ങൾ ഒരു കഷ്ണം കഴിക്കാൻ. ഞാൻ തന്നെ കഴിക്കണം. കണ്ടോ, 19ാമത്തെ അടവാണ് കലേശ്വരത്തിന്റെ. അല്ല, ഞങ്ങൾക്കൊക്കെ മാങ്ങ തരുമ്പോ അല്ലേ അതെന്താണെന്നറിയോ, നിങ്ങളൊന്ന് കഴിച്ചാലേ ശരിയാവുള്ളൂ. ഞങ്ങൾക്ക് എന്ത് വരികയാണെങ്കിലും നിങ്ങൾ അനുഭവിക്കും. ഇതാണ് ഇതിന്റെ സംഭവം. ഷംസുക്ക, ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മുഖത്ത് മുഴുവൻ ആ അത്ഭുതം ആ കണ്ണുകളിലുണ്ട്. എന്താ സംഭവം, എന്താ സംഭവം? ഒന്നും ചോദിക്കുന്നില്ല. ഷംസുക്കാക്കി, ഷംസുക്കാക്കി, ഷംസുക്കാക്കി. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എൻ്റെയൊക്കെ ഒരു ജനറേഷനിലുള്ള എല്ലാവർക്കും, ഇനി അതിനുശേഷമുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു മാജിക് നേരിട്ട് കാണാൻ സാധിച്ചത് വേദി ഒരുക്കിയതിന് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിനോട് അല്ലേ ആ ഒരു നന്ദി പറയണം. അതെ, തീർച്ചയായിട്ടും. ഇത് എഴുതി വെക്കപ്പെടാൻ പോകുന്ന കുറച്ച് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ എന്താ പറയുക പെർഫോമൻസുകളിൽ ഒന്നാണ് നമ്മുടെ ചരിത്രമാവാൻ പോവാണ്. ഷംസുക്ക എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിന്റെ പര്യായമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരുപാട് ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും യങ് ഏജിൽ തന്നെ. അത് മാത്രമല്ല കലേശേട്ടാ, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലൂടെ എല്ലാ പ്രേക്ഷകർക്കും, അതെ, ഇതുവരെ നേരിട്ട് കാണാൻ പറ്റാത്ത ഞങ്ങളുടെ ജനറേഷനിലും ചെറിയ കുട്ടികൾക്കും ഒക്കെ കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ഇന്ന് ഈ വേദി.